ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നല്ലൊരു അടിപൊളി ഹൊറർ മൂവിയുടെ കഥ കേട്ടാലോ? എന്നത്തെയും പോലെയല്ല ഈ ഒരു കഥ, കുറച്ച് ഡിഫറെന്റ് ആണ്. ഇവിടുത്തെ പ്രധാന വില്ലൻ എന്ന് പറഞ്ഞാൽ ഒരു തടാകമാണ്. ഈ തടാകത്തിനെ കുറിച്ച് പല കഥകൾ കേൾക്കുന്നുണ്ട്. പണ്ട് ഇതൊരു ശവപ്പറമ്പായിരുന്നു എന്ന് വരെ പറയുന്നുണ്ട്. പിന്നെ ഈ തടാകത്തിനെ ചുറ്റിപ്പറ്റി ചില അന്ധവിശ്വാസങ്ങളുണ്ട്. അവിടെ ചെന്ന് നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് സാധിക്കുമെന്ന്, പ്രത്യേകിച്ച് മരിച്ചുപോയ ആരെങ്കിലും കാണണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കുമെന്ന്. എന്നാൽ ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ഒരു കൂട്ടം ചെറുപ്പക്കാരികളും വളരെ വേഗത്തിൽ ചെയ്തു തീർക്കേണ്ട ഒരു ജോലിക്കായിട്ട് ഈ തടാകത്തിനരികിലേക്ക് വരികയാണ്. അതോടുകൂടി എല്ലാം മാറി മറിയുകയാണ്. ഏതാണ് സത്യം, ഏതാണ് നുണ, എന്താണ് റിയാലിറ്റി എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വലിയൊരു ട്രാപ്പിലേക്ക് ഇവർ ചെന്ന് പെടുകയാണ്. സോ ബാക്കി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കഥയിലേക്ക് പോയി തന്നെ നമുക്ക് മനസ്സിലാക്കാം. സോ അഗെയിൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ ഒരു പയ്യനും അവന്റെ കൂടെ തന്നെ ഒരു പെൺകുട്ടിയുണ്ട്. രാത്രിയിൽ ഇവർ രണ്ടുപേരും ഒന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടി ഒരു തടാകത്തിനരികിലേക്ക് പോയിരിക്കുകയാണ്. വണ്ടി നിർത്തിയിട്ടുണ്ട്. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തിച്ച് നല്ല പാട്ടും വെച്ച് ഫിഷിങ്ങിനുള്ള പരിപാടിയാണ്. എന്നാൽ ആ പെൺകുട്ടി അപ്പം തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഈ മീൻ പിടിക്കുന്ന പരിപാടിയൊന്നും അറിയില്ല കേട്ടോ. അപ്പൊ ആ ചെക്കൻ പറയണേ, നീ അതൊന്നും നോക്കണ്ടാന്നേ, ഇത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അവൻ ആ ചൂണ്ട നേരെ ആ തടാകത്തിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഒരു സ്ഥലത്ത് ആ ചൂണ്ട വെച്ചിട്ട് പറയണേ, ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം, ആരെങ്കിലും അതിൽ കൊത്തുന്ന സമയത്ത് മാത്രം പോയിട്ട് അത് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഒന്ന് റൊമാൻസ് ചെയ്യാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇവരവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവരുടെ ആ സ്പീക്കർ ഉണ്ടല്ലോ, അത് ഓഫായി പോവാണ്. ഇതെന്താ പറ്റിയെന്ന് കരുതിയിട്ട് ആ സ്പീക്കറിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കിയ സമയത്ത് ഒരു വല്ലാത്ത ശബ്ദം ആ തടാകത്തിന്റെ ആ വെള്ളം നിറഞ്ഞ ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്നും ഇവര് കേൾക്കുന്നുണ്ട്. മാത്രമല്ല ഈ പയ്യൻ പിന്നീട് നോക്കുമ്പോൾ ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവൾ ഒരു കാരണവുമില്ലാതെ വെള്ളത്തിലേക്ക് അങ്ങനെ നടന്നു പോവുകയാണ്. ഈ പയ്യൻ ആകെ പേടിച്ചു പോയിട്ട് നീ എങ്ങോട്ടേക്ക് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ ബാക്കിൽ തന്നെ പോവുകയാണ്. ഏകദേശം അവന്റെ അരയുടെ അത്രത്തോളം വെള്ളമായിട്ടുണ്ട്. ഈ സമയത്താണ് കരയിൽ നിന്നും ആ ഒരു പെൺകുട്ടി വിളിക്കുന്നത്, നീ എങ്ങോട്ടേ ഈ പോകുന്നതെന്ന് ചോദിച്ചിട്ട്. ഇപ്പൊ ആ ഒരു പയ്യൻ കരയിലേക്ക് നോക്കുമ്പോൾ അവൻ നോക്കി വന്ന അവന്റെ ആ ഒരു പെൺകുട്ടി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഇപ്പൊ ആരാ വെള്ളത്തിലേക്ക് വന്നത്, ആരുടെ പിന്നാലെയാ അവൻ വന്നത്? അവനാകെ പേടിയാകാൻ തുടങ്ങി. ഇതേ സമയത്ത് തന്നെ വെള്ളത്തിനടിയിൽ ഒരു ചെറിയ രൂപത്തെ അവൻ കാണുന്നുണ്ട്. അല്പനേരം കൊണ്ട് തന്നെ വെള്ളത്തിനടിയിലേക്ക് അവനെ അത് വലിച്ചെടുത്ത് കൊണ്ടുപോവാണ്. ഇത് കണ്ട അവന്റെ ഗേൾ ഫ്രണ്ടും ആ ഒരു വെള്ളത്തിലേക്ക് ഓടി വന്ന് അവനെ രക്ഷപ്പെടുത്താൻ നോക്കുകയാണ്. അവൾക്കും ഇതേ അവസ്ഥ തന്നെ വരികയാണ്. ഇവിടെ സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുകയാണ്. ഇതിനുശേഷം നമ്മളെ കാണിക്കുന്നത് ഒരു ഓഫീസിലാണ്. ചെറിയൊരു മയക്കത്തിലായിരുന്ന ഗ്രേസ് പെട്ടെന്ന് തന്നെ ആരോ വിളിക്കുന്നത് കേട്ട് ചാടി എഴുന്നേറ്റ് നോക്കുന്നുണ്ട്. പക്ഷേ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഗ്രേസിനെ മാനേജറെ വിളിക്കണം. അത്യാവശ്യം ഒരു കാര്യം പറയാണ്ട് വേഗം വരണമെന്ന് പറയണം. അങ്ങനെ ഗ്രേസും അവളുടെ ടീമും നേരെ മാനേജറെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഇപ്പൊ മാനേജർ പറയാണ്, ഹെഡ് ഓഫീസിൽ നിന്നും എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു, ഭയങ്കര പ്രഷർ ഉണ്ട്. അതായത് ഇവരുടെയൊക്കെ ജോലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കുന്ന സമയത്ത് സ്ട്രീറ്റ് വ്യൂ എന്ന് പറഞ്ഞിട്ട് ശരിക്കും റിയൽ ആയിട്ടുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ക്യാമറയിൽ ഷൂട്ട് ചെയ്തതുപോലെ കാണാൻ കഴിയില്ലേ. സോ ഓരോ ഏരിയയുടെയും പൂർണ്ണമായിട്ടുള്ള ഇതുപോലെയുള്ള വിഷ്വൽസ് റെക്കോർഡ് ചെയ്ത് ആ കമ്പനിക്ക് കൊടുക്കുന്ന പണിയാണ് ഈ കമ്പനിയുടെ പണി. അങ്ങനെ ഒരു ഏരിയയുടെ മുഴുവനായിട്ടുള്ള വിഷ്വൽസ് ഇവർ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് റെക്കോർഡ് ചെയ്തത് ഈ കമ്പനിയിൽ തന്നെ ഉണ്ടായിരുന്ന നോവ എന്ന് പേരുള്ള ഒരാളാണ്. എന്നാൽ അയാളെടുത്ത വിഷ്വൽസിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ആ വിഷ്വൽ ഇവർ സൂം ചെയ്ത് നോക്കുമ്പോൾ ആ തടാകത്തിന്റെ ഭാഗത്തായിട്ട് ഒരു തല അങ്ങനെ പൊങ്ങിക്കെടുക്കാണ്. ഒരു കമ്പനിക്കും ഇത് അയച്ചു കൊടുക്കാൻ പറ്റില്ല. അവരെന്തായാലും ഇത് പൂർണ്ണമായിട്ട് ചെക്ക് ചെയ്യും, ഇത് റിജക്ട് ചെയ്യും, നമ്മുടെ കമ്പനി ഇത് നന്നായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ നോവ എടുത്ത ഈ വിഷ്വൽസ് നമുക്ക് മാറ്റിക്കളഞ്ഞ് പകരം പുതിയൊരു വിഷ്വൽസ് ഷൂട്ട് ചെയ്യണം. ആ നോവയാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഈ ഒരു പണി ഏറ്റെടുക്കണം എന്ന് പറയണം. അധികം ആലോചിക്കാതെ തന്നെ ഗ്രേസ് കൈവക്കുകയാണ്. അവൾ ഇത് ചെയ്തോളാന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവൾക്കായിട്ട് ഒരു ടീമിനെയും കൊടുക്കാന്ന് പറയണം. പിന്നീട് പുറത്തേക്ക് വന്ന ഗ്രേസിനെ കാണാനായിട്ട് അവളുടെ പഴയ ബോയ് ഫ്രണ്ട് ഹെൻറി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഹെൻറി ചോദിക്കാണ്, നീ ഒറ്റയ്ക്ക് അങ്ങോട്ടേക്ക് പോകണോ? കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലമാണത്. അപ്പൊ ഗ്രേസ് പറയാണ്, ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എന്റെ കൂടെ ഒരു ടീമും ഉണ്ട്. അതുപോലെ തന്നെ ആ സ്ഥലത്തിന്റെ വീഡിയോസ് എടുക്കാനായിട്ട് നേരത്തെ അങ്ങോട്ടേക്ക് പോയ നോവയെ കുറിച്ച് ഒരു വിവരമില്ല. അവൻ എങ്ങനെയും കണ്ടുപിടിക്കണം. ഈ നോവയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രേസ് മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷെ അവന്റെ ഭാഗത്തുനിന്നും യാതൊരു റെസ്പോൺസും ഇല്ല. അങ്ങനെ ആ തടാകത്തിന്റെ ഭാഗത്തേക്ക് പോകാനുള്ള ഗ്രേസിന്റെ ടീം വന്നിട്ടുണ്ട്. ഒരു ചെറിയ പയ്യനും അതുപോലെ തന്നെ അവന്റെ ഗേൾ ഫ്രണ്ടും. തൽക്കാലം നമുക്ക് അവരെ ഈദൻ അതുപോലെ തന്നെ ലൂണ എന്നും വിളിക്കാം. പിന്നെ രണ്ട് ക്യാമറാമാൻമാരും. ഇവരുടെ പേര് ജെയിംസ് ആൻഡ് ലൂക്കാസ് എന്നാണ്. രണ്ടുപേരും സഹോദരങ്ങളാണ്. അങ്ങനെ ഇവര് നേരെ ആ തടാകത്തിന്റെ അടുത്തേക്ക് പോവാണ്. അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് തന്നെ ഈദനൊരു കാര്യം പറയുന്നുണ്ട്, ഈ തടാകവും അതിന്റെ ആ ഒരു പരിസരമൊക്കെ ഉണ്ടല്ലോ കുറച്ച് ദുരൂഹമായിട്ടുള്ള ഒരു സ്ഥലമാണ്. കുറെ പേരെ അവിടെ വെച്ച് കാണാതായിട്ടുണ്ട്. എന്തിനാ പറയുന്നത്, ഇന്നലെ രാത്രി വരെ രണ്ടുപേരെ അവിടെ വെച്ച് കാണാതായിട്ടുണ്ട്. എന്നാൽ ഇവർ ഈ പറയുന്ന കാര്യമൊന്നും ഗ്രേസ് വല്ലാതെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. അതേ നേരം തന്നെ ഈ ഈദന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ലൂണ
പറയാണ്, ആ ഞാനും കേട്ടിട്ടുണ്ട്, ആ തടാകത്തിൽ ഒരുപാട് പ്രേതങ്ങളുണ്ട്, അങ്ങോട്ടേക്ക് പോകുന്നവരെ ആ വെള്ളത്തിലേക്ക് വലിച്ചിടുന്നൊക്കെ. എന്നാൽ ക്യാമറാമാനായിട്ടുള്ള ജെയിംസ് പറയാണ്, ആ അവര് വെള്ളത്തിലേക്ക് വലിച്ചിട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നല്ല സ്വിമ്മിങ് ചാമ്പ്യനാണ്. അപ്പൊ വീണ്ടും ലൂണ പറയുന്നുണ്ട്, വെറുതെ തമാശയായിട്ട് കാണേണ്ട, ആ സ്ഥലം പണ്ടൊരു ശവപ്പറമ്പായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് ആത്മാക്കളുടെ ഒരു അതിപ്രസരം എന്തായാലും ആ ഒരു സ്ഥലത്ത് ഉണ്ടാവാതിരിക്കില്ല. അതുപോലെ തന്നെ ലൂണ ചോദിക്കുകയാണ്, ഗ്രേസെ നിനക്ക് ഇതിലൊന്നും ഒരു വിശ്വാസമില്ലേ? ആ സമയത്ത് ഗ്രേസ് പറയുന്നുണ്ട്, എനിക്കോ ഇതിലൊന്നും യാതൊരു വിശ്വാസവുമില്ല, എനിക്ക് കാണാൻ പറ്റാത്ത കാര്യത്തിന് ഞാൻ എന്തിനാണ് വിശ്വസിക്കുന്നത്. ഗ്രേസ് ആളൊരു ഇച്ചിരി ഗൗരവകാരിയാണ്. എന്തായാലും അവരവസാനം ആ ഒരു തടാകത്തിനരികിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ അവിടെ എത്തിയ സമയത്ത് അവിടുത്തെ ആ ഒരു ചെളിയിൽ വണ്ടിയുടെ ടയർ താന്നു പോവാണ്. വണ്ടി ഇപ്പൊ മുന്നോട്ടേക്കും പിന്നോട്ടേക്കും എടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഒന്ന് ശക്തിയായിട്ട് തന്നെ നമ്മുടെ ഏതൻ കാർ ഒന്ന് ബേക്കിലേക്ക് എടുത്ത സമയത്ത് അവിടെ കൂട്ടി വെച്ച ഒരു കല്ലിന്റെ ഒരു കൂമ്പാരം എന്നൊക്കെ പറയാം, അതിൽ പോയിട്ട് ഇപ്പൊ വണ്ടി തട്ടുകയാണ്. അതിൽ നിന്നും 1-2 കല്ലൊക്കെ താഴേക്ക് വീഴുന്നുണ്ട്. ഇവര് വേഗം വണ്ടിയുടെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ എന്തോ പ്രാർത്ഥനയോ പൂജയോ ഇതൊക്കെ ചെയ്യുന്ന ഒരു കല്ലാണ് അത് എന്ന് മനസ്സിലായി. മാത്രമല്ല അതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് അരിയും അതിൽ വേറെ എന്തോ ഒരു സാധനവും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു വണ്ടി അവിടെ നിന്ന് എടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ആ ചളിയിൽ നിന്നും വണ്ടി പുറത്തേക്ക് വരുന്നില്ല. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് വന്ന ഒരു മുത്തശ്ശി ഇവരെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ഇത് നശിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ആ കല്ല് അതെല്ലാം ആ ഒരു മുത്തശ്ശി അവിടെ പെറുക്കി വെക്കുകയാണ്. എന്നിട്ട് അവസാനത്തെ കല്ലെടുത്ത് ഗ്രേസിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, നീ തന്നെ ഇത് വെച്ചോന്ന്. അങ്ങനെ ഗ്രേസ് ആ ഒരു കല്ല് അവിടെ വെച്ച സമയത്ത് അതിനുള്ളിൽ നിന്ന് ഒരു കൈ വന്നിട്ട് അവളുടെ കൈമ പിടിക്കുകയാണ്. അവളാകെ ഞെട്ടിപ്പോയി. പക്ഷേ അവൾ കണ്ട ആ ഒരു കൈ അത് വേറെ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും വേഗം തന്നെ അവൾ ആ ഒരു കല്ല് അവിടെ വെച്ചു. ഇതേ സമയത്ത് തന്നെ ഇത് കണ്ട മുത്തശ്ശി അവിടുന്ന് തിരിച്ചു പോവാണ്. എന്തായാലും പെട്ടെന്ന് വന്ന ആ ഒരു മുത്തശ്ശി അവരുടെ ആ ഒരു സ്വഭാവം സംസാരം ഇതെല്ലാം ഭയങ്കര വിയേർഡായിട്ട് ഇവർക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ട്. എന്തായാലും ഇതൊന്നും നോക്കി നിന്നിട്ട് കാര്യമില്ല, വന്ന പണി എടുക്കണമല്ലോ. അപ്പൊ വേഗം തന്നെ ഇവരുടെ ക്യാമറ ബാക്കിയുള്ള എക്യുപ്മെന്റ്സ് ഇതെല്ലാം താഴേക്ക് എടുത്ത് വെക്കുമ്പോൾ ഒരു പെട്ടി ഇപ്പോൾ നമ്മുടെ ഗ്രേസ് എടുക്കുകയാണ്. അതെടുത്തപ്പോൾ അതിൽ നിറയെ പുഴുക്കളെ പോലെ എന്തൊക്കെയോ അവള് പേടിച്ചു പോയിട്ട് ആ ഒരു പെട്ടി താഴേക്ക് ഇടുകയാണ്. എന്നാൽ അത് തോന്നലൊന്നും ആയിരുന്നില്ല കേട്ടോ. ക്യാമറാമാൻ ഉണ്ടല്ലോ ജെയിംസ്, അതുപോലെ തന്നെ ലൂക്കാസ്, ഈ 2 ബ്രദേഴ്സ് വെറുതെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് മീൻ പിടിക്കാലോ എന്ന് കരുതിയിട്ട് കൊണ്ടുവന്ന വിരയായിരുന്നു അത്. അപ്പൊ ഈ ഒരു കാര്യം ഗ്രേസിനോട് പറഞ്ഞപ്പോൾ അവൾക്ക് അത് അത്ര ഇഷ്ടമാകുന്നില്ല. ഇതേ സമയത്ത് തന്നെ ഈദനും ലൂണയും കൂടെ ഈ കാറ്റടിച്ചാൽ വീർക്കുന്ന ചെറിയൊരു ബോട്ടുണ്ട്, അതങ്ങനെ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ എന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നെന്ന് ഗ്രേസ് ചോദിക്കുമ്പോൾ ഇപ്പൊ ലൂണ പറയാണ്, അത് പിന്നെ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ഈ പ്രേതങ്ങൾ അമാനുഷികമായ കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്ന ഒരു ചാനലാണ്. അപ്പൊ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ എന്തെങ്കിലും കാണാൻ പറ്റിയാൽ വെള്ളത്തിലേക്ക് ഇറങ്ങി അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗ്രേസ് എല്ലാവരോടായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് വെറുതെ എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ട്രിപ്പിനൊന്നും അല്ല, ഒരു പണി എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ആദ്യം തീർക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ ചെയ്തു എന്ന് പറയണം. എല്ലാവരുടെയും മുഖം ചെറുതായിട്ടൊന്ന് മാറുകയാണ്. എന്തായാലും ഗ്രേസ് പറഞ്ഞത് ശരിയല്ലേ, ഒരു ജോലിക്ക് വന്നാൽ അത് ആദ്യം തീർക്കണം. സോ വേഗം തന്നെ എല്ലാവരും കൂടി വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ഈ സമയത്താണ് മറ്റേ ബ്രദേഴ്സിൽ മൂത്ത ആളുണ്ടല്ലോ ജെയിംസ് ഒരു കാര്യം പറയുന്നത്, മാഡം ഇവിടെ എവിടെ നോക്കിയിട്ട് റേഞ്ച് കിട്ടുന്നില്ല, റേഞ്ച് ഇല്ലാതെ നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നുണ്ട്. മറ്റാരും ആയിരുന്നില്ല, ഇവരുടെ കമ്പനിയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഈ ഭാഗത്തെ വിഷ്വലെല്ലാം ഷൂട്ട് ചെയ്യാൻ വന്നിരുന്നു എന്ന് പറഞ്ഞ ആ നോവ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാൾ തന്നെ. നോവയെ പെട്ടെന്ന് കണ്ട സമയത്ത് ഗ്രേസ് ഒന്ന് ഞെട്ടിപ്പോണ്. ഇപ്പൊ നോവ അങ്ങോട്ടേക്ക് വന്ന പാടിനെ പറയണ, ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് റേഞ്ച് ഒന്നും കിട്ടില്ല ഇതും പറഞ്ഞ് ആ ഒരു ഡിവൈസ് എടുത്ത് ഇയാൾ നേരെ വെള്ളത്തിലേക്ക് പോവാണ്. ഇത് കണ്ട് ഗ്രേസ് എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നത്, നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇത് കേൾക്കാതെ നോവ നേരെ വെള്ളത്തിന്റെ ഒരു ഭാഗത്ത് ചെറിയൊരു കുറ്റിച്ചെടി ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് നിന്നിട്ട് പറയണ്ട, ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് റേഞ്ച് കിട്ടും. പറഞ്ഞതുപോലെ തന്നെ റേഞ്ച് കിട്ടിയിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം ഓക്കെ. ഇതേ സമയത്ത് തന്നെ നോവയോട് ഗ്രേസ് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾക്ക് ഞാൻ എത്ര മെസ്സേജ് അയച്ചു, എത്ര തവണ വിളിച്ചു, നിങ്ങൾക്ക് എന്താ പറ്റിയത്, ഞങ്ങൾക്ക് എത്ര ടെൻഷൻ അടിച്ചു എന്നറിയോ. ഇതേ സമയത്ത് തന്നെ ഗ്രേസിനോട് നോവ പറയാണ്, അതൊക്കെ പിന്നെ പറയാം, ആദ്യം വന്ന ജോലി നമുക്ക് തീർക്കാന്ന് പറയണം. ഇതേ നേരം തന്നെ ഈദൻ ലൂണ ഇവരെ രണ്ടുപേരും മറ്റൊരു ഭാഗത്തേക്ക് ചെന്ന് അവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് ലൂണ ഒരു കാര്യം കാണുന്നത്. അവളിപ്പോ ചവിട്ടി നിൽക്കുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, അതൊരു മൃതദേഹം അടക്കം ചെയ്ത സ്ഥലമായിരുന്നു. അത് കണ്ടപാട് തന്നെ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആവുകയാണ്. അതിന്റെ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഒരു ബഹുമാനവും ഇല്ലാതെ അതിന്റെ മുകളിൽ കയറിയാണ് അവൾ നിൽക്കുന്നത് തന്നെ. ഈദനെയും അത് വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഇവരുടെ രണ്ടുപേരുടെയും ഭാഗത്തേക്ക് തിരിച്ചു വെച്ച ക്യാമറയിലെ വിഷ്വൽസ് നമ്മളെ കാണിക്കുന്നുണ്ട്. അതായത് ആ ക്യാമറയിലുള്ള 2 മനുഷ്യരെ ആ ക്യാമറ നന്നായിട്ട് സ്പോട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ മൂന്നാമത് എന്തോ ഒന്നിനെ കൂടെ ആ ഒരു ക്യാമറ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ല, പക്ഷെ ക്യാമറയ്ക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൂന്നാമതായിട്ടുള്ള ആ ഒരു അദൃശ്യമായിട്ടുള്ള സാധനത്തിനെ ഈ ക്യാമറ ഫോക്കസ് ചെയ്യാണ്. അതിപ്പോൾ അടുത്തടുത്ത്
അടുത്ത് വരികയാണ്. ആരുടെ അടുത്തേക്ക്? ഈഥന്റെയും ലോണയുടെ അടുത്തേക്ക്. ഇതേ നേരം തന്നെ ജെയിംസും ലൂക്കാസും കൂടെ മറ്റൊരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ലൂക്കാസിന്റെ ബോഡിയിൽ ഒരു ക്യാമറ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ലൈവ് ആയിട്ടുള്ള ക്യാമറയാണ്. ഈ ക്യാമറയും മേത്ത് വെച്ച് ലൂക്കാസ് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഈ വഴിയിലൂടെ നടക്കണം. അപ്പൊ ആ ഭാഗത്തുള്ള വിഷ്വൽസ് എല്ലാം ഇതിൽ ഷൂട്ട് ചെയ്യുമല്ലോ. അങ്ങനെ ലൂക്കാസിന്റെ ദേഹത്ത് ഇതെല്ലാം ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് മര്യാദക്ക് ചെയ്തോണേ, കഴിഞ്ഞ തവണ ആക്കിയതുപോലെ കൊളാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ജെയിംസ് ഇപ്പോൾ ലൂക്കാസിനെ മുന്നോട്ടേക്ക് പറഞ്ഞേക്കാണ്. അവൻ ആ ഒരു ക്യാമറയുമായിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പൊ അതിൽ കാണിക്കുന്ന വിഷ്വൽ എല്ലാം നമ്മുടെ ഗ്രേസ് പരിശോധിക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ പെട്ടെന്ന് ഗ്രേസ് പറയുന്നത്, ലൂക്ക ഒന്ന് നിൽക്കുവന്ന്. അതായത് അവിടുത്തെ മരങ്ങൾക്കിടയിലായിട്ട് ഒരു കറുത്ത രൂപം പോകുന്നത് പോലെ ഗ്രേസിന് തോന്നി. അതുകൊണ്ടാണ് അവനോടൊന്ന് പിന്നിലേക്ക് വരാൻ പറഞ്ഞത്. ഇപ്പൊ ലൂക്കാസും പിന്നിലേക്ക് വന്നു. അവിടുത്തെ ആ ഒരു വിഷ്വലൊക്കെ നോക്കി, പ്രത്യേകിച്ചൊന്നും അവിടെ ഇല്ല. എന്നാൽ ലൂക്കാസ് പോയി കഴിഞ്ഞപ്പോൾ അതിനെ നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ആ മരത്തിന്റെ പിന്നിലായിട്ട് ആ കറുത്ത രൂപം ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം തന്നെ ഗ്രേസ് നേരത്തെ ഷൂട്ട് ചെയ്ത ആ ഒരു വിഷ്വൽ അത് വീണ്ടും വീണ്ടും നോക്കുമ്പോൾ അവൾക്ക് വ്യക്തമായിട്ട് ഒരു കറുത്ത രൂപത്തെ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലൂക്കാസിനോട് പറയുന്നുണ്ട്, എടാ നീ ചുറ്റുമൊന്ന് നോക്കിയിട്ടൊക്കെ പോണേ, അവിടെ എന്തോ ഞാൻ കാണുന്നുണ്ട്. ഇപ്പൊ ലൂക്കാസിന് ദേഷ്യം വരികയാണ്. എന്റെ പൊന്ന് ഗ്രേസെ, നീ ഒന്നും മിണ്ടാതിരിക്കുക, എന്റെ പണി ഞാൻ ഒന്ന് മര്യാദക്ക് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു ക്യാമറയുമായിട്ട് നടക്കുന്ന സമയത്ത് അവിടുത്തെ ആ ഒരു കുറ്റിച്ചെടികളുണ്ടല്ലോ, ആ ഭാഗത്തേക്ക് എന്തോ ഒരു സാധനം ഓടി പോകുന്നത് ഈ ലൂക്കാസും കണ്ടു. എന്നാൽ അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ഒന്നും കാണാനില്ല. അതുപോലെ തന്നെ വെള്ളത്തിൽ ആരോ കല്ലിട്ടതുപോലെയുള്ള ഒരു ഓളം അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. ഇതിപ്പോ ആരും അങ്ങോട്ടേക്ക് എറിഞ്ഞെന്ന് കരുതിയിട്ട് അവൻ നേരെ ആ ഒരു വെള്ളത്തിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കി. പ്രത്യേകിച്ച് ഒന്നും അവിടെയും കാണാനില്ല. പിന്നീട് ആ വെള്ളത്തിലേക്ക് ഒന്ന് എത്തി നോക്കിയതിനു ശേഷം അവൻ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. എന്നാൽ അവൻ തിരിച്ചു പോയിട്ടും അവന്റെ പ്രതിബിംബം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതേ നേരം മുകളിൽ നിന്ന് കുറച്ച് വെള്ളത്തുള്ളികൾ താഴെ കിട്ടുന്നത് കണ്ട് ഇത് എവിടുന്ന് ഈ വരുന്നതെന്ന് കരുതിയിട്ട് ഇപ്പൊ ലൂക്ക നേരെ മുകളിലേക്ക് നോക്കിയപ്പോൾ വെട്ടിയിട്ട ഒരു തല അവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഈ വെള്ളം താഴേക്ക് അങ്ങനെ ഉറ്റുന്നത്. ഇത് കണ്ട് പേടിച്ചു പോയ ലൂക്കാസ് നേരെ ആ ഒരു തടാകത്തിലേക്ക് മലന്നടിച്ച് വീഴാണ്. ഇത് കണ്ട ഗ്രേസ് വേഗം തന്നെ അങ്ങോട്ടേക്ക് ഓടി പോകുന്നുണ്ട്. അവളുടെ കൂടെ തന്നെ ലൂക്കാസിന്റെ ചേട്ടനായിട്ടുള്ള ജെയിംസും പോകുന്നുണ്ട്. എന്നാൽ ഇവർ ഇത്രത്തോളം പേടിച്ച് ഇവിടെ നിന്ന് ഓടുന്ന സമയത്തും ഇത് കണ്ട നോവ അത് വല്ലാതെ മൈൻഡ് ചെയ്യുന്നില്ല. ഒരു ചെറിയ പുഞ്ചിരിയുമായിട്ട് അയാൾ അവിടെ നിൽക്കുകയാണ്. സംതിങ് ഫിഷി അല്ലേ? എന്തായാലും ഈ ലൂക്കാസ് വീണ ആ ഒരു ഭാഗത്തേക്ക് ഇവർ രണ്ടുപേരും ഓടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രേസ് നോക്കുന്ന സമയത്ത് ഒരു മുടിയെല്ലാം നിറഞ്ഞൊരു തല അവിടെ കാണുന്നുണ്ട്. പക്ഷെ അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് വെള്ളത്തിനടിയിലേക്ക് ഒറ്റ പോക്ക് പോവാണ്. മാത്രമല്ല വെള്ളത്തിലേക്ക് വീണ ലൂക്കാസ് എങ്ങനെയൊക്കെയോ വെള്ളത്തിൽ നിന്നും എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഇതേ നേരത്തിന് അവന്റെ ചേട്ടൻ ജെയിംസ് ഉണ്ടല്ലോ, ജെയിംസിന് ആ ഒരു തല കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് കണ്ടപാടിനെ ലൂക്കാസ് പറയണ, ജെയിംസെ അത് താഴെ കിട്ട്, വെറുതെ അനാവശ്യമായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഇതേ സമയത്ത് തന്നെ ജെയിംസ് പറയണത്, എന്ത് പ്രശ്നടാ, ഇത് വെറും ഡെമ്മി തലയാന്ന് പറഞ്ഞിട്ട് അത് താഴേക്ക് ഇടാൻ നിൽക്കുന്ന സമയത്ത് അതിനുള്ളിൽ നിന്നും ഒരു പാത്രവും അതിനുള്ളിൽ ഉണ്ടായിരുന്ന അരിയും പുറത്തേക്ക് വരികയാണ്. ആ അരി നിലത്ത് മുഴുവൻ ആവുന്നുണ്ട്. ഇതേപോലെ തന്നെ ഒരു പാത്രവും അരിയും നേരത്തെ ഇവർ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ആ കല്ല് കൂട്ടി വെച്ചില്ലേ, അതിന്റെ മുകളിലായിട്ട്. എന്തായാലും ഇവർ ഇവിടുന്ന് തിരിച്ചു പോവാണ്. പിന്നീട് ലൂക്കാസിനോട് നമ്മുടെ ലൂണ ചോദിക്കുന്നുണ്ട്, ദാ ഈ ഫോട്ടോയിൽ കാണുന്ന ഇതുപോലെയുള്ള തലയാണോ നിങ്ങൾ വെള്ളത്തിനടിയിൽ വെച്ച് കണ്ടേന്നൊക്കെ ചോദിക്കുമ്പോൾ ലൂക്കാസ് പറയുന്നത്, അത് പിന്നെ എനിക്ക് ഉറപ്പൊന്നുമില്ല, ഏകദേശം ഈ ഒരു രൂപം തന്നെയാണ്. എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യോ, എന്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഇതിനെക്കുറിച്ചൊന്ന് പറയുമെന്ന് ചോദിക്കാണ്. ഞാനിപ്പോൾ പറഞ്ഞുതരാമെന്ന് ലൂക്കാസ് പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ ഗ്രേസ് പോയിട്ട് മാനേജർ വിളിക്കാണ്. കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കൂട്ടത്തിൽ ഒരുത്തൻ വെള്ളത്തിലേക്ക് വീണു. അതുകൊണ്ട് ക്യാമറയ്ക്കൊക്കെ ചെറിയൊരു ഡാമേജ് ഉണ്ട്. കാര്യങ്ങൾ വ്യക്തമായിട്ട് ഷൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ അങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ട് നാളെ വന്നിട്ട് വീണ്ടും ഷൂട്ട് ചെയ്യാന്ന് പറയണം. എന്നാൽ ഇത് കേട്ടപാടിനെ മാനേജർ പറയുന്നത്, ഗ്രേസ് നിനക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നുന്നത്? ഇനിയിപ്പോൾ ഇന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് നാളെ പോയിട്ട് അത് വീണ്ടും ഷൂട്ട് ചെയ്യുമ്പോൾ സമയം ഡിലേ ആകുമല്ലേ? അതൊന്നും നടക്കില്ല. എനിക്ക് മുകളിൽ നിന്ന് ഭയങ്കര പ്രഷർ ഉണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ അങ്ങോട്ടേക്ക് കൊടുത്തു വിടാം. അപ്പൊ ഇനി ഇന്ന് അവിടെ നിന്നിട്ടായാലും ശരി ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നാൽ മതി എന്ന് പറയാണ്. പിന്നീട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഗ്രേസിനും അവളുടെ ടീമിനും വേണ്ട ആ പുതിയ എക്യുപ്മെന്റ്സ് അത് അങ്ങോട്ടേക്ക് കൊടുത്തയക്കുന്നത് ഗ്രേസിന്റെ ആദ്യത്തെ ആ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, ഹെൻറി. അപ്പൊ ഹെൻറി സാധനങ്ങളെല്ലാം എടുത്ത് നേരെ തടാകത്തിന്റെ അടുത്തേക്ക് പോവുകയാണ്. ഇതേ സമയം തന്നെ ഗ്രേസ് അവളുടെ ടീമിനോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. എന്നാൽ ആരും ഇതിന് സമ്മതിക്കുന്നില്ല. ഈ രാത്രി ഇവിടെ നിൽക്കാനോ ഒരിക്കലും പറ്റില്ല. എന്നാൽ ഗ്രേസ് പറയാണ്, മാനേജർ ഡബിൾ സാലറി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഇവിടുന്ന് തിരിച്ചു പോയാൽ സിറ്റിയിൽ പോയി നിന്ന് നാളെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴൊക്കെ ഒരുപാട് ഡിലേ വരും. എന്തായാലും നമുക്ക് ആവശ്യമുള്ള എക്യുപ്മെന്റ്സുമായിട്ട് ഹെൻറി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ശമ്പളം കൂട്ടിത്തരാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ എല്ലാവരും സമ്മതിക്കുകയാണ്. ഇതേ നേരം അങ്ങോട്ടേക്ക് വന്ന നോവ ഇവരോടൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ലൂക്കാസ് നേരത്തെ വെള്ളത്തിലേക്ക് വീണപ്പോൾ ഒരു കൺട്രോളർ നഷ്ടമായിട്ടുണ്ട്, അത് നമുക്ക് പോയിട്ട് എടുക്കണമെന്ന് പറയണം. അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് അത് എടുക്കാൻ പോകുന്ന സമയത്ത് ഗ്രേസിനെ അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ഹെൻറി വിളിക്കുകയാണ്. സാധനങ്ങളുമായിട്ട് ഞാൻ വരുന്നുണ്ട്, എന്തായാലും അധികം വൈകാതെ എത്തുന്നു പറയണം. ഇപ്പൊ ഗ്രേസ് പറയണം, എത്രയും പെട്ടെന്ന് വാ. പിന്നെ വേറൊരു കാര്യം പറയാണ്ട്, നമ്മുടെ നോവയുണ്ടല്ലോ, ഇയാൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾ കണ്ടായിരുന്നു. പക്ഷെ അയാളുടെ പെരുമാറ്റത്തിലും സംസാരത്തിലൊക്കെ എന്തോ ഒരു മാറ്റം ഉണ്ടെന്ന് ഗ്രേസ് ഇപ്പൊ ഹെൻറിയോട് പറയുന്നുണ്ട്. ഇപ്പൊ ഹെൻറി പറയണ, എന്തായാലും
എന്തായാലും ഒന്ന് സൂക്ഷിച്ചേക്ക്, ഞാൻ അധികം വൈകാതെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയണം. ഇതേ സമയം തടാകത്തിന്റെ ഓരോ ഭാഗത്തേക്കും ഓരോരുത്തരുടെ ടീമായിട്ട് പോയിട്ട് ആ കൺട്രോളർ അത് അവിടെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈദനും ലൂണയാണ് ഒരു ഭാഗത്തേക്ക് പോയിട്ട് തപ്പുന്നത്. അപ്പൊ ആ ഒരു ഭാഗം കണ്ട സമയത്ത് ലൂണ ചോദിക്കുന്നുണ്ട്, അല്ല ആ സ്ട്രീറ്റ് വ്യൂ എടുത്ത് നോക്കിയ സമയത്ത് ഇതാ ഈ ഭാഗത്തല്ലേ ഒരു തല പോലെ കണ്ടത് എന്ന് ഈദനോട് ചോദിച്ചപ്പോൾ ആ ഈ സ്ഥലത്ത് തന്നെയാന്ന് പറയാണ്. അവൾ അവിടുത്തെ ആ ഒരു വിഷ്വൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഗ്രേസും ഒരു ഭാഗത്തേക്ക് പോയിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് നോക്കുന്ന സമയത്ത് അവളുടെ അടുത്തേക്ക് പെട്ടെന്ന് നോവ വരികയാണ്. പെട്ടെന്നായതുകൊണ്ട് തന്നെ ഗ്രേസ് ഒന്ന് പേടിച്ചു പോയി. വന്നപാട് തന്നെ നോവ ചോദിക്കുകയാണ്, ഗ്രേസ് എന്തെങ്കിലും കിട്ടിയോന്ന് ചോദിക്കുകയാണ്. ഇല്ലാന്ന് ഗ്രേസ് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഗ്രേസ് ചോദിക്കുന്നുണ്ട്, നോവ നിങ്ങൾക്ക് ശരിക്കും എന്താ പറ്റിയത്? ഞാൻ ഒരുപാട് മെസ്സേജ് അയച്ചു, ഒരുപാട് വിളിച്ചു, എന്നിട്ടും എന്തുകൊണ്ടാണ് റെസ്പോൺസ് ആക്കാതിരുന്നത്? ഇപ്പൊ നോവ അതിന് മറുപടി കൊടുക്കാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിച്ചാൽ പോരെയെന്ന് ചോദിക്കുകയാണ്. അതേസമയത്ത് തന്നെ ഗ്രേസ് മറ്റൊരു കാര്യം ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ വണ്ടിയുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് കല്ലിങ്ങനെ കൂട്ടി വെച്ചിട്ട് അതിന്റെ മുകളിൽ അരി പോലെ എന്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഇപ്പൊ നോവ പറയാണ്, ആ അതൊരു പ്രത്യേകതരം ഒരു വസ്തുവാണ്, അതിൽ തൊട്ട് നമ്മുടെ ഏത് ആഗ്രഹവും ഒന്ന് വിചാരിച്ചാൽ മതി, അത് നടക്കുമെന്ന് പറയാണ്. എന്നാൽ കൂടുതലൊന്നും പറയാതെ നോവ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ലൂക്കാസിനെ വിളിക്കാണ്. ലൂക്കാസെ വാ നമുക്ക് അപ്പുറത്ത് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് ലൂക്കാസിനെയും കൂട്ടി അവൻ അപ്പുറം ഭാഗത്തേക്ക് പോവാണ്. അങ്ങനെ സമയം കുറച്ച് പോയി ഏകദേശം ഇരുട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ലൂണയാണെങ്കിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ക്യാമറ ഉണ്ട്. ആ ക്യാമറ വെച്ച് രാത്രിയിൽ അവിടെയുള്ള ഓരോ കാര്യങ്ങളും ഷൂട്ട് ചെയ്യുമ്പോൾ മനുഷ്യരെല്ലാം നന്നായിട്ട് കൃത്യമായിട്ട് ആ ഇരുട്ടിലും ഈ ക്യാമറ സെൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലൂണ പറയാണ്, ഇതൊരു അഡ്വാൻസ് ആയിട്ടുള്ള ക്യാമറയാണ്, പ്രേതങ്ങളെ വരെ ഇതിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും, എന്തായാലും ഇന്നൊരു പ്രേതത്തിന് നമ്മൾ കണ്ടുപിടിക്കും. ഇതേ സമയം തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഈദൻ അതുപോലെ തന്നെ ജെയിംസ് രണ്ടുപേരും ഓരോ തമാശകളൊക്കെ പറഞ്ഞ് വെള്ളത്തിലേക്ക് കല്ലങ്ങനെ എറിഞ്ഞ് കളിക്കുകയാണ്. എന്നാൽ ഗ്രേസ് ആണെങ്കിൽ ഇപ്പോഴും വല്ലാത്തൊരു ടെൻഷനിലാണ്. നേരത്തെ പോയ നോവ അതുപോലെ തന്നെ ലൂക്കാസ് രണ്ടുപേരും ഇത്രയും നേരമായിട്ട് തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നോവയുടെ ഫോണിലേക്ക് പല തവണ ഗ്രേസ് വിളിക്കുന്നുണ്ട്, എന്നാൽ ഫോൺ എടുക്കുന്നില്ല. ഇതേ നേരത്ത് തന്നെ വെള്ളത്തിന്റെ ഭാഗത്ത് ആരോ നിൽക്കുന്നത് പോലെ തോന്നി ഗ്രേസ് അങ്ങോട്ടേക്ക് പോവാണ്. എന്നാൽ അവിടെ ആരുമില്ല. പക്ഷേ എന്തോ ഒന്നില്ല അവൾ ചവിട്ടി പോവാണ്. വേഗം തന്നെ അതെന്താണെന്ന് നോക്കിയപ്പോൾ ഒരു ചെറിയ പാക്കറ്റ് ആയിരുന്നു. വേഗം തന്നെ അവൾ അത് എടുത്ത് നോക്കിയ സമയത്ത് അതൊരു മെമ്മറി കാർഡ് ആയിരുന്നു. മാത്രമല്ല ഈ മെമ്മറി കാർഡ് നോവയുണ്ടല്ലോ അവൻ ഷൂട്ട് ചെയ്ത അവന്റെ ക്യാമറയിലെ ആ ഒരു മെമ്മറി കാർഡാണ്. വേഗം തന്നെ ഇപ്പൊ ലൂണയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ക്യാമറയിലേക്ക് ഈ മെമ്മറി കാർഡ് ഇട്ട് അതിൽ ആ ഒരു വിഷ്വൽസ് ഇവർ പ്ലേ ചെയ്ത് നോക്കുന്നുണ്ട്. ആ സമയത്ത് നോവ ഷൂട്ട് ചെയ്ത കുറച്ച് വിഷ്വൽസ് ഇവർക്ക് കാണാൻ കഴിഞ്ഞു. അതിൽ തന്നെ ഒരു വെള്ളക്കെട്ട്, ആ വെള്ളക്കെട്ടിന്റെ ഒരു ഭാഗത്തായിട്ട് കുറെ അധികം കല്ലുകൾ കൂട്ടിയിട്ടതുപോലെ ഇവർ കാണുകയാണ്. അതായത് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവർ കണ്ടില്ലേ ഒരു കൽക്കൂമ്പാരം, അതുപോലെ തന്നെയുള്ള ഒരു കൽക്കൂമ്പാരമാണ് ആ വിഷ്വൽസിലും ഇവർക്ക് കാണാൻ പറ്റുന്നത്. മാത്രമല്ല ആ കൽക്കൂമ്പാരത്തിൽ ഈ നോവ തൊടുന്നുണ്ട്. എന്നാൽ അവിടെയുള്ള ആ ഒരു വിഷ്വൽസ് അത്ര ക്ലിയർ ആയിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. നല്ല രീതിയിൽ ആ വിഷ്വൽസിൽ ഗ്ലിച്ചുകൾ ഉണ്ടായിരുന്നു. ഇതേ നേരത്താണ് ഗ്രേസിന്റെ ആ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ഹെൻറി വിളിക്കുന്നത്. അവന്റെ ശബ്ദത്തിൽ ഒരു ഇച്ചിരി ഭയം ഉണ്ടായിരുന്നു. അതായത് അവൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഗ്രേസെ നീ പറയുന്നത് നിന്റെ കൂടെ നോവ ഉണ്ട് എന്നല്ലേ? ആ ഉണ്ടായിരുന്നു, ഇത്രയും നേരം എന്റെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം മറ്റൊരു സ്ഥലത്തേക്ക് പോയിരിക്കാന്ന് പറയാണ്. എന്നാൽ ഹെൻറി ഒരു കാര്യം പറയാണ്, ഗ്രേസെ നന്നായിട്ട് നീ സൂക്ഷിക്കണം, കാരണം ഇന്നലെ ഒരുപാട് പരിക്കുകളോട് കൂടിയിട്ട് നോവ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചു മുന്നേ നോവ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ നോവ എങ്ങനെയാണ് ഇന്ന് ഉച്ച മുതൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നത്? ഇത് കേട്ട ഗ്രേസ് ശരിക്കും പേടിച്ചങ്ങനെ നിൽക്കുകയാണ്. ഇതേ നേരത്ത് തന്നെ വെള്ളത്തിലേക്ക് കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ജെയിംസ് അതുപോലെ തന്നെ നമ്മുടെ ഈദൻ ഇവരെറിഞ്ഞ ഒരു കല്ല് അങ്ങനെ പോയി. അതിങ്ങനെ വെള്ളത്തിൽ വീഴുന്ന സമയത്ത് ഒരു ഗ്ലും ഗ്ലും ശബ്ദം ഉണ്ടാകുമല്ലോ. 1-2 തവണ അത് ഉണ്ടായിട്ട് അത് സ്റ്റോപ്പ് ആവുമല്ലോ. എന്നാൽ ഇത്തവണ കല്ലെറിഞ്ഞപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ആ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് കേട്ട ജെയിംസും ഈദനും ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. മാത്രമല്ല അധികം വൈകാതെ അവരെറിഞ്ഞ ആ ഒരു കല്ല് അതേ വേഗത്തിൽ വന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ലൈറ്റിൽ വന്നടിക്കുകയാണ്. വളരെ പെട്ടെന്ന് നടന്നതായതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും നന്നായിട്ട് പേടിച്ചു. പിന്നീട് അതെന്താണെന്ന് നോക്കിയപ്പോൾ അത് കല്ലായിരുന്നില്ല, പകരം ഒരു കാക്കയായിരുന്നു. അപ്പൊ ഇതെല്ലാം കണ്ട് ഇവർ 4 പേരും വല്ലാത്തൊരു ഭയത്തിൽ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഈ ലൂണയുടെ ബാഗിൽ നിന്നും ഒരു ഡിവൈസിന്റെ ശബ്ദം കേൾക്കുന്നത്. അവള് വേഗം പോയിട്ട് അതെടുത്ത് നോക്കുമ്പോൾ അത് തനിയെ ഓണായിരിക്കുകയാണ്. മാത്രമല്ല ആ ഒരു ഡിവൈസ് അതെന്താണെന്ന് നോക്കുകയാണെങ്കിൽ സൂപ്പർ നാച്ചുറൽ പവർ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചുറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഡിവൈസ് ആയിരുന്നു അത്. അതാണ് ഇപ്പൊ തനിയെ ഓണായിരിക്കുന്നത്. അതിലൂടെ ആരോ ഒരാൾ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ഇവർക്ക് മനസ്സിലായി. ഇപ്പോൾ ഈ ലൂണയുടെ കയ്യിൽ നിന്നും ജെയിംസ് ആ സാധനം മേടിച്ച് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഒരു വിശ്വാസമില്ലാത്ത രീതിയിൽ അവൻ ചോദിക്കുന്നുണ്ട്, ആരാണ് നീ? ഇവിടുത്തെ ഈ വെള്ളത്തിൽ വീണ് ചത്തുപോയ ഏതെങ്കിലും സ്ത്രീയാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് മറുപടി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു കാക്കയെ പറഞ്ഞയച്ച് ഞങ്ങളെ പേടിപ്പിച്ചത് നീയാണോ എന്ന് ചോദിക്കുമ്പോൾ മറുപടിയൊന്നും വരുന്നില്ല. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ ജെയിംസ് പറയണ ഉഡായിപ്പാണ്, എന്തൊക്കെയോ ഓരോ ഡിവൈസുകൾ, വെറുതെ ആളുകളെ പറ്റിക്കാനും കാശ് തട്ടാനായിട്ട് ഓരോ പരിപാടികളെ. എന്നാൽ ഗ്രേസ് ഇത് അത്ര സിമ്പിളായി എടുത്തില്ല. കാരണം ഹെൻറി വിളിച്ചു പറഞ്ഞ കാര്യം അത്ര സിമ്പിൾ ആയിരുന്നില്ലല്ലോ. നോവ മരിച്ചു
മരിച്ചു എന്നല്ലേ അവൻ പറഞ്ഞത്. ആ മരിച്ച നോവ എങ്ങനെയാണ് ഇത്രയും നേരം ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത്? എന്തായാലും ഗ്രേസ് ഇപ്പൊ ജെയിംസിനോട് പറയണം, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ലൂക്കാസിനെ കണ്ടുപിടിക്കണം, ഇത്രയും നേരമായിട്ടും അവരെന്താ തിരിച്ചു വരാത്തത്? അങ്ങനെ ഇവരെല്ലാവരും കൂടെ ലൂക്കാസിനെ തെരഞ്ഞു പോവാണ്. എന്നാൽ ഇതേ നേരം തന്നെ ലൂക്കാസ് നോവയുടെ പിന്നാലെ പോവാണ്. എന്നാൽ ഒരു കാര്യം നമുക്കറിയാലോ, നോവ അവൻ ജീവനോടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ലൂക്കാസിന്റെ കൂടെ പോകുന്ന ഈ നോവ അത് നോവയല്ല. എന്തായാലും ലൂക്കാസ് നോക്കുമ്പോൾ ഇപ്പൊ നോവയെ കാണാനില്ല. ചുറ്റും നോക്കി. ആ സമയത്ത് തടാകത്തിന്റെ നിറച്ചും വെള്ളമുള്ള ആ ഭാഗത്ത് നോവ പോയി നിൽക്കുകയാണ്. അപ്പൊ നോവയെ ലൂക്കാസ് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, നോവ നീ എങ്ങോട്ടേക്ക് പോകുന്നത്, ഇങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞിട്ട് പലതവണ വിളിക്കുമ്പോൾ ആ തടാകത്തിൽ നിന്നും എന്തോ ചെറിയൊരു അനക്കം കാണുകയാണ്. അവൻ നോക്കുമ്പോൾ ഒരുപാടധികം സ്ത്രീകളുടെ ജഡങ്ങൾ ആ ഭാഗത്ത് അങ്ങനെ പൊന്തി നിൽക്കുകയാണ്. ഇത് കണ്ട് ഞെട്ടിത്തരിച്ച് ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ ലൂക്കാസ് പിന്നിലേക്ക് പതിയെ തിരിഞ്ഞ സമയത്ത് ആ ആത്മാവ് അവന്റെ തൊട്ടു മുന്നിൽ തന്നെ. പിന്നീട് കേൾക്കുന്നത് ലൂക്കാസിന്റെ ഒരു അലർച്ചയാണ്. ഇതേ നേരം തന്നെ ഓരോരുത്തരും ഓരോ വഴിക്ക് പോയിട്ട് ലൂക്കാസിനെ തേടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ ഗ്രേസിനെ കാണിക്കുകയാണ്. ഗ്രേസ് നോക്കുമ്പോൾ ഓരോ മരത്തിലും പല രീതിയിൽ വേരുകൾ അങ്ങനെ നീണ്ടുകിടക്കുകയാണ്. പക്ഷെ ആ വേരുകളൊക്കെ കാണുമ്പോൾ മനുഷ്യരുടെ മുടി പോലെയാ തോന്നുന്നത്. അതായത് ലൂണ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ സ്ഥലം മുഴുവനും ഒരു ശ്മശാനമായിരുന്നു. അവൾ പറഞ്ഞതുപോലെ ഈ സ്ഥലത്ത് മുഴുവനും ആത്മാക്കളുടെ ഒരു വല്ലാത്തൊരു അതിപ്രസരമുണ്ട്. എന്തായാലും ഗ്രേസിന്റെ ഉള്ളിൽ ഈ ഒരു പേടിയുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു പേടിയോട് കൂടിയിട്ടാണ് അവിടെ തപ്പി അങ്ങനെ നടക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ജെയിംസ് അങ്ങോട്ടേക്ക് വന്നു. എന്നാൽ ഗ്രേസിന്റെ മുഖത്ത് ആ ഒരു പേടിയെല്ലാം കണ്ട് ജെയിംസ് പറയാണ്, മാഡം നിങ്ങൾ എന്തിനാണ് അനാവശ്യമായിട്ട് ഇങ്ങനെ പേടിക്കുന്നത്? നിങ്ങൾ പേടിക്കുന്നത് പോലെയുള്ള പ്രേതം ഭൂതൊന്നും ഇവിടെ ഇല്ല. നമുക്ക് എന്തായാലും ലൂക്കാസിനെ തപ്പി കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് ആ ടോർച്ച് ഉപയോഗിച്ച് അവർ ചുറ്റും അടിക്കുമ്പോൾ ഒരു കാര്യം കണ്ട് ജെയിംസ് ആകെ ഞെട്ടിത്തരിച്ചു പോവാണ്. അവന്റെ അനിയൻ ലൂക്കാസിനെ വളരെ മൃഗീയമായിട്ട് കൊന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു മരക്കമ്പിൽ കൊളത്തിയിട്ടിരിക്കുകയാണ്. ഇത് കണ്ട് ഞെട്ടിപ്പോയ ജെയിംസ് ഉറക്കനെ വാവിട്ട് കരയാണ്. എന്നാൽ ഇതേ നേരം തന്നെ ഈദനും അതുപോലെ തന്നെ ലൂണയും അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ക്യാമറയും പിടിച്ച് അത് ഓണാക്കി അങ്ങനെ പോകുന്ന സമയത്ത് ഇവർ കാട്ടിനുള്ളിലായിട്ട് ഒരാൾ നിൽക്കുന്നത് പോലെ കാണുന്നുണ്ട്. അതായത് ആ ക്യാമറ അത് സെൻസ് ചെയ്യാണ്. അപ്പൊ അതാരാണെന്ന് അറിയാൻ വേണ്ടി അവർ നേരെ അങ്ങോട്ടേക്ക് തന്നെ പോവാണ്. അപ്പൊ ക്യാമറയിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അത് മറ്റാരുമല്ല, നോവ തന്നെയാണ്. നോവ ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു കൽക്കൂമ്പാരുണ്ടല്ലോ അതിന്റെ മുകളിലേക്ക് കല്ലുകൾ ഇങ്ങനെ പതിയെ പതിയെ അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അയാളുടെ ദേഹം മുഴുവൻ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സമയത്താണ് ജെയിംസിന്റെ കരച്ചിൽ ഇവർ കേൾക്കുന്നത്. അപ്പൊ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവർ വേഗം തിരിയാണ്. പിന്നീട് വേഗം ഈ നോവ നിന്ന ഭാഗത്തേക്ക് തന്നെ ക്യാമറ തിരിച്ചപ്പോൾ മുടിയെല്ലാം നീട്ടി വളർത്തിയ ഒരു സ്ത്രീ അവർ കാണുന്നുണ്ട്. നോവയല്ല അവർ കണ്ടത്. എന്തായാലും ആ സ്ത്രീ ഇവരുടെ നേർക്ക് വരുന്നുണ്ട്. പേടിച്ചു പോയ ഇവർ രണ്ടുപേരും അവിടുന്ന് ഓടുകയാണ്. ഓടി ഇവർ വരുന്നത് ഗ്രേസിന്റെ അടുത്തേക്കാണ്. മാത്രമല്ല അവിടെ മരിച്ചു കിടക്കുന്ന ലൂക്കാസിനെയും ഇവർ കാണുന്നുണ്ട്. ഇതുകൂടെ കണ്ടപ്പോൾ ഈദം പറയാണ്, മാഡം നമുക്കിനി ഇവിടെ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാന്ന് പറയാണ്. ഇതേ നേരം തന്നെ മെയിൻ റോഡിൽ ഗ്രേസിന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ഹെൻറി ഉണ്ടല്ലോ, ഇവർക്ക് ആവശ്യമായിട്ടുള്ള ആ എക്യുപ്മെന്റ്സുമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ ഇങ്ങോട്ടേക്ക് കറക്റ്റായിട്ട് വരാൻ അവനെ കൊണ്ട് പറ്റുന്നില്ല. റൂട്ട് മാപ്പ് എല്ലാം വളരെ റോങ് ആയിട്ട് പല രീതിയിലാണ് കാണിക്കുന്നത്. അങ്ങനെ വഴിതെറ്റി എങ്ങോട്ടേക്ക് പോകണമെന്ന് ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുമ്പോഴാണ് അവിടെ ചെറിയൊരു വീട് കാണുന്നത്. ചെറിയ വെളിച്ചവും അവിടുന്ന് കാണുന്നുണ്ട്. എന്തായാലും വണ്ടി നിർത്തി അവൻ നേരെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരുപാട് മെഴുകുതിരികൾ അവിടെ കത്തിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പൂജ ചെയ്തതിന്റെ അടയാളങ്ങളും അവിടെ കാണാനുണ്ട്. പെട്ടെന്നാണ് ആ വീട്ടിന്റെ ഉള്ളിൽ നിന്നും ഒരു മുത്തശ്ശിയെ ആര് പുറത്തേക്ക് തള്ളിയിടുന്നത്. ആ തള്ളിയിട്ട ആളുടെ കൈയും ഇപ്പൊ ഈ ഒരു ഹെൻറി കാണുന്നുണ്ട് കേട്ടോ. കുറച്ച് വിചിത്രമായിരുന്നു ആ ഒരു കൈകൾ. മാത്രമല്ല ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് തിരിച്ചു വന്ന് വീണ ആ ഒരു മുത്തശ്ശി അത് മറ്റാരുമല്ല, നമ്മുടെ ഗ്രേസും ടീമും കൂടെ ആ പുഴക്കരയിലേക്ക് പോയപ്പോൾ അവിടെ വെച്ചൊരു മുത്തശ്ശിയെ കണ്ടില്ലേ, അതേ മുത്തശ്ശി തന്നെയാണ്. എന്തായാലും അവിടെ വെച്ച് കണ്ട ഹെൻറിയോട് മുത്തശ്ശി പറയുന്നുണ്ട് അതിന്റെ പേരക്കുട്ടിയാണ്, അവൾക്ക് തീരെ സുഖമില്ല, അതുകൊണ്ടാണ് അവളിങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ പറയണം. മാത്രമല്ല ഇപ്പൊ ഹെൻറിയോട് ഈ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ ആ ഒരു തടാകക്കരയിലേക്കല്ലേ പോകാൻ നിൽക്കുന്നത്? അതേ എന്ന് ഹെൻറി പറയുന്നുണ്ട്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ ഗ്രേസിനെയും നമ്മുടെ ജെയിംസിനെയും ഈദനെയും ലൂണയൊക്കെ കാണിക്കുകയാണ്. ഇപ്പൊ മരിച്ചുപോയ ലൂക്കാസിന്റെ ബോഡി അത് ജെയിംസ് എങ്ങനെയൊക്കെയോ വലിച്ചു കൊണ്ടുവന്നിട്ട് ഒരു കോട്ട് വെച്ച് അതിനെ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. മാത്രമല്ല ജെയിംസിന് ഒരുമാതിരി ഭ്രാന്ത് ഇളകിയതുപോലെയാണ്. അവൻ ചോദിക്കുന്നത് നോവ എവിടെയാണ്? അവന്റെ കൂടെയല്ലേ എന്റെ അനിയൻ പോയത്, അവനാണ് എന്റെ അനിയനെ കൊന്നത്, അവൻ എന്റെ കയ്യിൽ കിട്ടിയാണ്ടല്ലോ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഭ്രാന്ത് പിടിച്ചതുപോലെ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഗ്രേസ് പറയാണ്, നീ ഇങ്ങനെ വയലന്റ് ആവല്ലേ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ നോവയല്ല നിന്റെ അനിയനെ കൊന്നത്. കാരണം ഈ നോവ അവൻ ഇന്നലെ തന്നെ മരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ഇത് കേട്ട ജെയിംസ് പറയാണ്, നിനക്കെന്താ ഗ്രേസ് പ്രാന്താണോ? ഇന്നലെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നോവ അത് പിന്നെ ആരാണ്? നിന്റെ ഈ പ്രാന്തമായ പ്രേതവിശ്വാസം ഉണ്ടല്ലോ അത് ഒഴിവാക്കിക്കോ, അല്ലെങ്കിൽ എനിക്ക് തലക്ക് പെരുത്ത് കയറി നിൽക്കുകയാണേ. അവൻ എന്റെ കൈ കിട്ടിയാൽ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിലാണ് ജെയിംസ് ഇപ്പോൾ. എന്നാൽ ഇതേ നേരത്ത് തന്നെ ഇരുട്ടിൽ നിന്നും രണ്ട് കല്ല് കൂട്ടിയിടിക്കുന്നത് പോലെയുള്ള ശബ്ദം കേൾക്കുകയാണ്. അങ്ങനെ ഇവർ നോക്കുമ്പോൾ ഒരു മരത്തിന്റെ കൊമ്പിൽ ഇരുന്നുകൊണ്ട് നോവ
2 ചെറിയ കല്ല് വെച്ച് ഇങ്ങനെ ടിക് ടിക് എന്നിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് ദേഷ്യം വന്ന ഈ ജെയിംസ് ഉണ്ടല്ലോ, എന്റെ അനിയനെയും കൊന്നിട്ട് പ്രാന്ത് കാണിക്കുന്നോടാന്ന് പറഞ്ഞിട്ട് നോവയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ നോവ ആ കാട്ടിലേക്ക് ഓടുന്നുണ്ട്. വ്യക്തമായിട്ടൊന്നും കാണുന്നില്ല, എന്നാലും ഈ നോവയുടെ പിന്നാലെ പ്രാന്ത് പിടിച്ചതുപോലെ ജെയിംസ് ഓടുന്നുണ്ട്. ഗ്രേസ് പല തവണ അവനെ വിളിച്ചു വാൺ ചെയ്തു, അതൊന്നും കേൾക്കാതെയാണ് ജെയിംസ് ഇത് ചെയ്യുന്നത്. മാത്രമല്ല ഇപ്പൊ ജെയിംസ് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഈ ഒരു നോവയെ കാണാതാവുകയാണ്. എന്നാൽ ഇരുട്ടിൽ നിന്നും കല്ലടിക്കുന്ന ഒരു ശബ്ദം കേട്ട് ആ ഭാഗത്തേക്ക് തന്നെ ജെയിംസ് പോകുന്നുണ്ട്. എന്നാൽ അതേ നേരം അവന്റെ പിന്നാലെ വരുന്ന ഗ്രേസും ഈതനും ലൂണയും പറയുന്നുണ്ട് പോകരുത്, ഇത് ട്രാപ്പാണ്, അതിലേക്ക് ചെന്ന് ചാടി കൊടുക്കരുത് എന്ന് പറയണം. എന്നാൽ അതൊന്നും കേൾക്കാതെ ആ നോവയുടെ പിന്നാലെ പോയ ജെയിംസ് ഇപ്പൊ നോക്കുമ്പോൾ കാണുന്നത് അവൻ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവന്റെ കൂടെ തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ജെയിംസിനെ ഇവരെല്ലാവരും പിടിച്ചു വെക്കുകയാണ്. ദയവ് ചെയ്ത് വെള്ളത്തിലേക്ക് ഇറങ്ങരുത്, ഇതൊരു ട്രാപ്പാണ്. എന്നാൽ അതൊന്നും കേൾക്കാതെ അവൻ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങാണ്. ഇപ്പൊ നോവയുടെ ഏകദേശം അടുത്ത് എത്താനായപ്പോൾ അവനെ ഒറ്റയടിക്ക് കാണാതാവുകയാണ്. പകരം അവിടെ ഒരു സ്ത്രീയുടെ ശവശരീരം പൊന്തി വരികയാണ്. ഇത് കണ്ട സമയത്ത് ജെയിംസിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. ഇവർ പറയുന്നതിലും കാര്യമുണ്ട്. ആ സെക്കൻഡിൽ അവൻ നന്നായിട്ടൊന്ന് പേടിച്ചു പോയി. എന്തായാലും ഇത് കണ്ട ഗ്രേസും ബാക്കിയുള്ളവരും അവനോട് വേഗം തന്നെ കരയിലേക്ക് തിരിച്ചു വരാൻ പറഞ്ഞെങ്കിലും വേഗത്തിൽ വരാനായിട്ട് ജെയിംസിന് കഴിയുന്നില്ല. ഭയന്നു പോയി, കാലക്കാകെ കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവനിങ്ങനെ പോകുന്തോറും അവന്റെ പിന്നാലെ തന്നെ ആ സ്ത്രീയുടെ ശവം അങ്ങനെ വരികയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ ആ ശവം ഉണ്ട്. എന്നാൽ മൂന്നാമത് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ശവത്തിന് അവിടെ കാണാനില്ല. എന്നാൽ പെട്ടെന്ന് വെള്ളത്തിനടിയിൽ നിന്നും പൊന്തി വന്ന ആ ശവം, ആ ആത്മാവ് അവന്റെ തലയിൽ കയറി പിടിക്കുകയാണ്. പതിയെ പതിയെ അവനെ വെള്ളത്തിനടിയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. വളരെ നിസ്സഹായമായ അവസ്ഥയിൽ ഗ്രേസിനും ഈതനും ലൂണയ്ക്കും അത് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അങ്ങനെ പേടിച്ചു പോയ ഇവര് 3 പേരും കാറിലേക്ക് ഓടി കയറുകയാണ്. അവിടുന്ന് അവർ രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. എന്നാൽ എത്ര തവണ പുറത്തേക്ക് പോകാൻ നോക്കിയിട്ട് വന്ന സ്ഥലത്ത് തന്നെയാണ് അവർ വന്ന് നിൽക്കുന്നത്. ഇത്തവണ ഗ്രേസ് പറയാണ്, നമ്മൾ എപ്പോഴും വലത്തോട്ടല്ലേ തിരിക്കുന്നത്, ഇടത്തോട്ട് തിരിക്കുന്നു പറഞ്ഞിട്ട് ഇടത്തോട്ട് തിരിക്കാൻ വേണ്ടി ഇപ്പൊ ഇതിനോട് പറയണം. എന്നാൽ പെട്ടെന്ന് ഇവരുടെ കാറിന്റെ ഗ്ലാസ്സിൽ ഒരു കൈ വന്നടിക്കുകയാണ്. നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, ഹെൻറി ആയിരുന്നു. ഹെൻറി പറയാണ്, നിങ്ങൾ എന്ത് ഭ്രാന്തായി കാണിക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോ നേരെ ആ ഒരു പുഴയിലേക്ക് പോയനെന്ന് പറയാണ്. ഇപ്പോഴാണ് ഇവർ ശ്രദ്ധിക്കുന്നത്. അതായത് ആ ഭാഗത്തേക്ക് എങ്ങാനും ഇവർ കാർ ഓടിച്ചു പോയിരുന്നെങ്കിൽ നേരെ വെള്ളത്തിലാണ് ചെന്ന് വീഴുക. ശരിക്കും ആ ഒരു ആത്മാവ് ഇവരെ ട്രാപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. എങ്ങനെങ്കിലും ഇവരെ വെള്ളത്തിലേക്ക് എത്തിക്കണം. എന്തായാലും ആ ആത്മാവിന്റെ ഇലൂഷനിൽ നിന്നും ഇവർ പുറത്തേക്ക് വന്നു. ഇതുപോലെ പെടാൻ നിന്നതായിരുന്നു ഹെൻറി. എന്തോ ഭാഗ്യത്തിന് അവൻ രക്ഷപ്പെട്ടതാണ്. മാത്രമല്ല അവൻ കണ്ട ആ ഒരു മുത്തശ്ശിയുടെ കാര്യം പറയുന്നുണ്ട്. മുത്തശ്ശിയുടെ പേരക്കുട്ടിയും ഇതുപോലെ ഈ തടാകത്തിലേക്ക് വന്ന് മരിച്ചതാണ്. മാത്രമല്ല ഈ തടാകത്തിലേക്ക് വന്ന ആരും ഇതുപോലെ തിരിച്ചു പോയിട്ടുമില്ല. ആ മുത്തശ്ശി പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, കല്ലുകൾ കൊണ്ട് ഒരു കൽക്കൂമ്പാരം നിങ്ങൾ ഉണ്ടാക്കണം, എന്നാലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂ എന്നൊക്കെയാണ്. എന്തായാലും ഇവരെല്ലാവരും കാറിൽ തന്നെ ഇരിക്കുകയാണ്. മുത്തശ്ശി പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഇവരിങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈതനും ലൂണയും പറയുന്നത് വേണ്ട, ഒന്നും ചെയ്യേണ്ട, നേരം വെളുക്കുന്നത് വരെ ഇവിടെ തന്നെ ഇരിക്കാം, റെസ്ക്യൂ ചെയ്യാനായിട്ട് ആരും വരാതിരിക്കില്ലല്ലോ, അവർ വന്ന് നമ്മളെ രക്ഷപ്പെടുത്തിക്കോളും എന്ന് പറയണം. എന്നാൽ ഈ സമയത്തൊന്നും ഗ്രേസ് അധികം സംസാരിക്കുന്നില്ല. എന്നാൽ ഇപ്പൊ ഗ്രേസ് ചോദിക്കുകയാണ്, ഈ തടാകത്തിനൊരു പ്രത്യേകത ഉണ്ട്, ഇങ്ങോട്ടേക്ക് വന്ന് എന്താഗ്രഹം മനസ്സിൽ വിചാരിച്ചാലും അത് നടക്കുമെന്ന്. സോ ഈ കാര്യം നിങ്ങളിൽ പല ആൾക്കാർക്കും അറിയാം. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്ന സമയത്ത് എന്തെങ്കിലും ആഗ്രഹങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ലൂണ പറയുന്നു, ആ ഞാൻ വലിയ പണക്കാരി ആവണം എന്നൊക്കെ ആഗ്രഹിച്ചായിരുന്നു. അതുപോലെ ഈതനോട് ചോദിച്ചപ്പോൾ അവനൊന്നും ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഗ്രേസ് പറയാണ്, ഞാൻ ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, ഈ കാണാതായ നോവ അവൻ എങ്ങനെയെങ്കിലും ഒന്ന് കാണണമെന്ന്. ആ പാവത്തിന്റെ ലൈഫ് പണ്ടേ ഒരു ട്രാജഡിയാണ്. സോ അവൻ എങ്ങനെയെങ്കിലും ഒന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും മരിച്ചു പോയിട്ട് നോവയെ ഞാൻ വീണ്ടും കണ്ടത്. അതുപോലെ തന്നെ നോവ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അവനും ചില കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അവന്റെ മരിച്ചുപോയ ഭാര്യയെ കാണണമെന്ന്. അവനിക്കും ആ ഒരു ആഗ്രഹം സാധിച്ചിട്ടുണ്ടാവണം. അതായത് പലരും പറയുന്നത് പോലെ ഈ സ്ഥലത്ത് വന്ന് എന്ത് ആഗ്രഹിച്ചാലും അതൊന്നും കിട്ടില്ല. പകരം മരിച്ചുപോയ ആൾക്കാരെ അല്ലെങ്കിൽ കാണാതായ ആൾക്കാരെയൊക്കെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സാധിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹെൻറി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ആ ഒരു മുത്തശ്ശി ഉണ്ടല്ലോ, ആ മുത്തശ്ശിയുടെ വീട്ടിൽ അവരുടെ പേരക്കുട്ടിയുണ്ട്. അവൾ പ്രാന്തിയാണ് എന്നൊക്കെയല്ലേ മുത്തശ്ശി പറഞ്ഞത്. മിക്കവാറും അങ്ങനെ ആയിരിക്കില്ല. ആ പെൺകുട്ടി മരിച്ചിട്ടുണ്ടാവണം. മാത്രമല്ല ഒരു കൽക്കൂമ്പാരം ഉണ്ടാക്കിയിട്ട് മുത്തശ്ശി ആ ഒരു പെൺകുട്ടിയെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും. അങ്ങനെ അവളുടെ ആത്മാവ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവണം. അതിനെ ആയിരിക്കണം മുത്തശ്ശി ആ വീട്ടിൽ പൂട്ടിയിട്ടിട്ടുണ്ടാവുക. അതായത് ഗ്രേസ് അവളുടെ സംശയങ്ങൾ മാത്രമാണ് പറയുന്നത് കേട്ടോ. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഗ്രേസ് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ നോവ ഈ തടാകത്തിന്റെ ഒരു ഭാഗത്തേക്ക് പോയ സമയത്ത് അവന്റെ ക്യാമറയിൽ ചില വിഷ്വൽസ് റെക്കോർഡ് ആയിട്ടുണ്ടല്ലോ. ഒരു കൽക്കൂമ്പാരം അത് തകർക്കാൻ നോക്കുന്ന അത്ര വ്യക്തമില്ലാത്ത ആ ഒരു വിഷ്വല് ചിലപ്പോ ആ കൽക്കൂമ്പാരം തകർത്തത് കൊണ്ടായിരിക്കണം ഇവിടെ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകാൻ നോവയ്ക്ക് പറ്റിയത്. ആ കൽക്കൂമ്പാരത്തിലായിരിക്കണം ഇവിടെയുള്ള ആത്മാക്കളുടെ ശക്തികൾ ഉണ്ടാവുക. അതായത് ആ കൽക്കൂമ്പാരം തകർത്ത് പുറത്തേക്ക് കടക്കാൻ മാത്രമേ നോവയ്ക്ക് പറ്റിയുള്ളൂ. എന്നാൽ പരിക്കുകൾ കാരണം ഹോസ്പിറ്റലിൽ വെച്ച് അവൻ മരണപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇവിടുന്ന് പുറത്തേക്ക് കടക്കാൻ ആ കൽക്കൂമ്പാരം തകർത്താൽ മതി എന്ന് ഗ്രേസ് പറയണം. എന്നാൽ ഇതിനോട് ഒട്ടും യോജിക്കുന്നില്ല ഈതനും അതുപോലെ തന്നെ ലൂണയും. ഇതും പറയുന്നത് വീണ്ടും ആ കാട്ടിലേക്ക് പോകണം എന്നാണോ ഗ്രേസ് നീ പറയുന്നത്? നടക്കില്ല. ഇതും ചിലപ്പോൾ അവളുടെ ട്രാപ്പ് ആയിരിക്കണം. നിന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ അവൾ തോന്നിപ്പിക്കുന്നതായിരിക്കും. ഞാൻ വരില്ല, എനിക്ക് പേടിയാന്ന് തന്നെ
ഈദൻ പറയാണ്. എന്നാൽ ഈ സമയത്താണ് ലൂണ ഭയങ്കരമായിട്ട് ചുമയ്ക്കുന്നത്. വെള്ളം കുടിക്കാനായിട്ട് അവൾക്ക് ഭയങ്കരമായിട്ട് ദാഹം തോന്നുന്നുണ്ട്. അതുകൊണ്ട് വെള്ളം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ വണ്ടിയിൽ വെള്ളം ഇല്ലായിരുന്നു. എന്നാൽ ഹെൻറിയുടെ കാറിൽ വെള്ളം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ അത് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഹെൻറി അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഗ്രേസ് പറയണം ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാമെന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും കാറ് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് ലൂണ ആ കാര്യം ഈദനോട് പറയുന്നത്. അതായത് ഇവിടെ വന്ന സമയത്ത് വലിയ പണക്കാരി ആവണം എന്നൊന്നുമല്ല ഞാൻ ആഗ്രഹിച്ചത്. ഇവിടുത്തെ വർക്കെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന് മുന്നേ ഒരു ആത്മാവിനെങ്കിലും എന്റെ ക്യാമറയിൽ കുടുക്കി തരണേ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ചിലപ്പോ അതുകൊണ്ടായിരിക്കോ ഈ ആത്മാക്കളൊക്കെ നമ്മുടെ പിന്നാലെ വരുന്നത്. എല്ലാത്തിനും കാരണക്കാരി ഞാനാണോ? ഈ സമയത്ത് ഈദൻ പറയണം, നീയല്ല, എല്ലാത്തിനും കാരണക്കാരി ആ ഗ്രേസ് ആണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതും ഈ രാത്രിയിൽ ഇവിടെ നിൽക്കാനും എല്ലാത്തിനും കാരണക്കാരി അവളല്ലേ. അതുപോലെ തന്നെ ആ നോവയെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അനാവശ്യമായിട്ട് ഈ കാട്ടിലൂടെ നമ്മളെ ചുറ്റിച്ചതും അവളല്ലേ. ഒന്നില്ലെങ്കിൽ അവളൊരു ആത്മാവാണ്, അല്ലെങ്കിൽ അവളെ ഒരു ആത്മാവ് കീഴടക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവള് പറയുന്നത് നമുക്ക് കേൾക്കണ്ട. മാത്രമല്ല ആ കൽക്കൂമ്പാരം തേടി പോകാനൊക്കെ അവള് പറയുന്നത് അത് കൂടുതൽ അപകടത്തിലേക്ക് നമ്മൾ എത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് നേരം വെളുക്കുന്നത് വരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. ആരെങ്കിലും നമ്മളെ രക്ഷപ്പെടുത്താൻ വരാതിരിക്കില്ല. ഈ സമയത്താണ് ലൂണ ആ കാര്യം മനസ്സിലാക്കി ആ കാര്യം ഇവനോട് പറയുന്നത്. എന്താണ് ആ കാര്യം? വണ്ടിയിലെ ആ സമയത്തിലേക്കൊന്ന് നോക്കിയേ. കുറെ നേരമായിട്ട് 1:30 എന്ന് തന്നെയാണ് കാണിക്കുന്നത്. സമയം നീങ്ങുന്നില്ല. സമയം അങ്ങനെ നിൽക്കുകയാണ് അവിടെ. ഇതൊരു ട്രാപ്പായിട്ടൊക്കെ നിനക്ക് തോന്നില്ലേ? ഇപ്പൊ ഈദൻ പറയണ ചിലപ്പോ കാറ് ഡാമേജ് ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സമയം കാണിക്കുന്നത്. എന്നാൽ ലൂണ പറയണ, അല്ലടാ, ഇതിലെന്തൊക്കെയോ പന്തികേടുണ്ട്, നമുക്കിനി ഇവിടെ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ട് പോകാന്ന് പറഞ്ഞിട്ട് ലൂണ അവനെ കൊണ്ട് ആ ഒരു കാർ എടുപ്പിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ഈ ഗ്രേസും ഹെൻറിയും കൂടെ അങ്ങോട്ടേക്ക് കൂടി വരുന്നുണ്ടെങ്കിലും അവരെ നോക്കാതെ ഇവർ രണ്ടുപേരും കാറുമായിട്ട് അവിടുന്ന് രക്ഷപ്പെടുകയാണ്. എന്നാൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് കാറിന്റെ വൈപ്പർ ഓൺ ആവുന്നുണ്ട്. ഒന്നും കാണാൻ കഴിയുന്നില്ല. ഒന്നും കാണാൻ കഴിയാതെ തന്നെ വളരെ വേഗത്തിൽ ഈദൻ ആ കാർ ഓടിച്ചു പോകുമ്പോൾ ഇപ്പൊ ലൂണ പറയണ, നീ എങ്ങനെയെങ്കിലും ഒന്ന് വണ്ടി നിർത്തുന്നു പറയണം. അങ്ങനെ പേടിച്ചു പോയി ഈദൻ വണ്ടി ബ്രേക്ക് ചവിട്ടുകയാണ്. എന്നാൽ ഇവർ പേടിച്ചതുപോലെയൊന്നും ഇവരുടെ ചുറ്റും കാണാനില്ല. എന്നാൽ പെട്ടെന്ന് ഒരു തല കീഴായിട്ട് ഇവരുടെ കാറിന്റെ മുന്നിൽ വന്നു നിൽക്കുകയാണ്. ഒന്നും നോക്കിയില്ല, വഴിയുണ്ടോ വഴിയില്ലേ എന്നുപോലും നോക്കാതെ എങ്ങോട്ടേക്കോ ഈ കാർ ഓടിച്ചു കൊണ്ടുപോയി അവസാനം ഇവരുടെ ഭാഗ്യത്തിന് മെയിൻ റോഡിലേക്ക് കാർ വന്ന് നിൽക്കുകയാണ്. മെയിൻ റോഡ് കണ്ടപ്പോഴാണ് രണ്ടുപേർക്കും ആശ്വാസമായത്. എന്തായാലും അതേ നേരം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ വേഗം തന്നെ ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. കാരണം ഇത്രയും വേഗത്തിൽ കാർ ഓടിച്ചു വന്നതല്ലേ, അപ്പൊ എന്താണ് കാര്യം എന്ന് ചോദിക്കാനാണ് അയാൾ വന്നിരിക്കുന്നത്. എന്തായാലും ആ ഒരു പോലീസുകാരനോട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഈദൻ പറയുന്നുണ്ട്. ഇപ്പൊ ഈ പോലീസുകാരൻ പറയണം, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇപ്പോഴും ആ ഒരു തടാകത്തിനരികിലല്ലേ. ഞാൻ എന്തായാലും പോയിട്ട് അവരെ രക്ഷപ്പെടുത്താൻ പറ്റുമോ നോക്കട്ടെ. പക്ഷേ ഞങ്ങളുടെ കാറിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അതിന്റെ ബാറ്ററിയുടെ ചാർജ് ഇറങ്ങിപ്പോയി. നീ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ കാറിന്റെ ബാറ്ററി എടുത്ത് എന്റെ കാറിന്റെ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്യേ. ആ വണ്ടിയിൽ എന്റെ കൂടെ തന്നെ വേറൊരു പോലീസുകാരനുണ്ട്, അയാൾ നിന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയണം. എന്തായാലും ഈ സമയത്ത് ഞാൻ നിന്റെ ഗേൾഫ്രണ്ടിന്റെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കട്ടെ എന്ന് പറയണം. അങ്ങനെ ആ കാറിലേക്ക് കയറിയിട്ട് ലൂണയുടെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഈ പോലീസുകാർ എഴുതി മേടിക്കണം. ഇതേ നേരം തന്നെ ഈദൻ പോലീസുകാരന്റെ വണ്ടിയിൽ കയറിയിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടികൾ നോക്കുകയാണ്. ഇതേ നേരം തന്നെ ലൂണയോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പോലീസുകാരൻ അയാളുടെ ചോദ്യത്തിലും സംസാരത്തിലും എന്തൊക്കെയോ ചില പെശകുകൾ തോന്നിയ ലൂണ ഇപ്പോൾ അയാളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ പോലീസുകാരന്റെ കണ്ണ് കട്ട ചുവപ്പ് നിറമായിട്ട് മാറുകയാണ്. ഇതേ നേരം തന്നെ നമ്മുടെ ഈദൻ നോക്കുമ്പോൾ ഈദനും ചില പന്തികേടുകൾ തോന്നിയിട്ട് അവന്റെ അടുത്തിരിക്കുന്ന ആ പോലീസുകാരനെ നോക്കിയപ്പോൾ അത് പോലീസുകാരനായതല്ല, പകരം ആ ഒരു ആത്മാവായിരുന്നു. റിയാലിറ്റി അതെന്താണെന്ന് മനസ്സിലാക്കിയ സമയത്ത് ഈദൻ തൊട്ടു മുന്നിലേക്ക് നോക്കിയപ്പോൾ അവനുണ്ടായിരുന്നത് മെയിൻ റോഡിലായിരുന്നില്ല, പകരം ആ തടാകത്തിന്റെ കരയിലാണ്. മെയിൻ റോഡിൽ എത്തിയെന്ന് ഇവരെ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചതാണ് ആ ആത്മാക്കൾ. ഇവർ രക്ഷപ്പെട്ടിട്ടില്ല. അവസാനം ആ ആത്മാവിന്റെ കയ്യിൽ തന്നെ രണ്ടുപേരും ചെന്ന് പെട്ടു. ഇതേ സമയത്തിന് ഇവിടുന്ന് രക്ഷപ്പെടാൻ വേറൊരു വഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഗ്രേസും ഹെൻറിയും കൂടെ ആ കാര്യം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അതായത് നോവ തകർത്തതുപോലെയുള്ള ആ കൽക്കൂമ്പാരം ഉണ്ടല്ലോ, ആ കൽക്കൂമ്പാരം കണ്ടുപിടിച്ച് അതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണം. അതാണെങ്കിലോ ഈ തടാകത്തിന്റെ അപ്പുറഭാഗത്താണുള്ളത്. എന്നാൽ അങ്ങോട്ടേക്ക് പോകാനായിട്ടൊരു വഴിയുണ്ട്. നമ്മുടെ ഈദനും ലൂണയും കൊണ്ടുവന്ന ആ വീർപ്പിക്കുന്ന ബോട്ടുണ്ടല്ലോ, അത് അവിടെ ഉണ്ടായിരുന്നു. സോ അത് ഉപയോഗിച്ച് പോകാൻ ഇവർ തീരുമാനിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്താണ് തടാകത്തിന്റെ ഒരു ഭാഗത്തായിട്ട് തല കീഴായി കിടക്കുന്ന ഈദനും ലൂണയും പോയ ആ ഒരു വണ്ടി കാണുന്നത്. വേഗം തന്നെ ഗ്രേസും ഹെൻറിയും അങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ ലൂണ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. പരിക്കുകൾ പറ്റി അവൾ ആ വണ്ടിയുടെ ഉള്ളിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു. ഇവർ നോക്കുമ്പോൾ ലൂണയുടെ കണ്ണിന്റെ നിറമാകെ മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഈദനും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവന്റെ മുഖം നിറയെ രക്തമായിട്ടുണ്ട്. ഒരുമാതിരി പെരുമാറ്റം. അവനിപ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയോ? ഈ വാഹനം ഉണ്ടല്ലോ, ഇത് മറിച്ചിട്ട് അതിനെ പിടിച്ച് തള്ളാൻ തുടങ്ങുകയാണ്. എന്നാൽ ഇതിന്റെ അടിയിലുണ്ടായിരുന്നു ലൂണ ആ വണ്ടിയുടെ അടിയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞ് മരിച്ചു പോകണം. മാത്രമല്ല അതേ നിമിഷം തന്നെ ഈ ഒരു ഈദനും താഴേക്ക് വീഴുന്നുണ്ട്. അവന്റെ കഴുത്ത് സ്വയം തിരിയാൻ തുടങ്ങുകയാണ്. ആ കഴുത്ത് പൊട്ടി അവനും മരിക്കുകയാണ്. മരിക്കുന്നതിന് മുന്നേ ഇവരെ നോക്കി അവനൊരു ചിരിയും ചിരിക്കുന്നുണ്ട്. എന്തായാലും ഇത് കണ്ട് പേടിച്ച ഗ്രേസും ഹെൻറി ഒരു കാര്യം മനസ്സിലാക്കി, ഇവർക്ക് ഇനി അധിക നേരമില്ല. അങ്ങനെ ആ ഒരു ബോട്ടെടുത്ത് ഇവർ നേരെ ഈ തടാകത്തിന്റെ അപ്പുറത്തേക്ക് പോവുകയാണ്. കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയി. എന്നാൽ ഈ സമയത്താണ് ഗ്രേസ് മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നത്. അവളുടെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്ന ഈ
ഈ ഹെൻറി. അത് ഹെൻറി ആയിരുന്നില്ല, അത് നോവയുടെ ആത്മാവായിരുന്നു. നോവയുടെ ആത്മാവ് എന്നും പറയാൻ പറ്റില്ല, ഇവിടെയുള്ള ആത്മാക്കൾ നോവയുടെ രൂപത്തിൽ വന്നതാണ്. അത് മനസ്സിലാക്കിയ ആ നിമിഷം തന്നെ ഒറ്റയടിക്ക് നോവയെ കാണാതാവുകയാണ്. അങ്ങനെ ആ തടാകത്തിന്റെ നടുവിൽ അവൾ ഒറ്റയ്ക്ക്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അതായത് അത്രയും ആ ആത്മാക്കളുടെ നടുവിലാണ് അവളിപ്പോൾ വന്ന് പെട്ടിരിക്കുന്നത്. പേടിച്ച് വിറച്ച് അവൾ നോക്കുമ്പോൾ ഇത് തുഴയാൻ ഉപയോഗിക്കുന്ന ഒരു പങ്കായം അത് വെള്ളത്തിൽ വീണെടുക്കുകയാണ്. ആ വെള്ളത്തിന്റെ ഭാഗത്തേക്ക് കൈ കൊണ്ടുപോകാൻ തന്നെ അവൾക്ക് പേടിയാവാണ്. എന്തായാലും രണ്ടും കൽപ്പിച്ച് അവൾ ആ പങ്കായം എടുക്കാൻ നോക്കുമ്പോൾ തന്നെ അവളുടെ കയ്യിലേക്ക് വന്ന് പിടിച്ച ഒരു ആത്മാവ് ആ വെള്ളത്തിനടിയിലേക്ക് അവളെ വലിച്ചെടുക്കുകയാണ്. ഈ കാര്യം കരയിൽ നിന്നുകൊണ്ട് തന്നെ അവളുടെ ശരിക്കുള്ള ബോയ് ഫ്രണ്ട് ഹെൻറി കാണുന്നുണ്ട്. ഹെൻറി ഒന്നും ആലോചിച്ചില്ല, എന്ത് സംഭവിക്കും, ഇത് എത്രത്തോളം അപകടമാണ് എന്ന് പോലും നോക്കാതെ ആ ഒരു വെള്ളത്തിലേക്ക് എടുത്തു ചാടി നീന്തി പോയിട്ട് അവളെ രക്ഷപ്പെടുത്താൻ നോക്കുകയാണ്. എന്നാൽ വെള്ളത്തിനടിയിൽ ആ ഒരു കാഴ്ച കണ്ട് ഹെൻറി ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ഒരുപാടധികം മൃതദേഹങ്ങൾ വെള്ളത്തിനടിയിൽ അങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ബോധമില്ലാതെ കിടക്കുന്ന നമ്മുടെ ഗ്രേസിന്റെ ശരീരം ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഒരു കെട്ടിൽ നിന്നും അവളുടെ ബോഡി അല്ലെങ്കിൽ ആ ശരീരം അവൻ ഊരി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിൽ ഗ്രേസിന് മുകളിലേക്ക് വരാൻ പറ്റി. എന്നാൽ ഹെൻറിക്ക് മുകളിലേക്ക് വരാൻ കഴിഞ്ഞില്ല. എന്തോന്ന് വന്ന് അവന്റെ കാലിൽ മുറുകി പിടിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും വെള്ളത്തിന് മുകളിലേക്ക് വന്ന് ആ തടാകത്തിന്റെ ഓപ്പോസിറ്റുള്ള കരയിലേക്ക് ചെന്ന് കയറാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഗ്രേസിന് പറ്റി. മാത്രമല്ല അവസാനം അവൾ ആ ഒരു കൽക്കൂമ്പാരം കണ്ടുപിടിക്കുകയാണ്. അത് കണ്ടപാട് തന്നെ ഒട്ടും ഭയക്കാതെ അവൾ നേരെ അതിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്, അത് പൂർണ്ണമായിട്ടും തകർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ കൽക്കൂമ്പാരത്തിന്റെ അടുത്തേക്ക് എത്തി അതിന്റെ 2 കല്ലെടുത്ത് മാറ്റിയപ്പോൾ അതിനുള്ളിൽ ഒരു മുഖം അത് കാണുകയാണ്. അതായത് ഇതിന്റെ ഉള്ളിലാണ് ആ ആത്മാക്കൾ ഇരിക്കുന്നത്. ഗ്രേസിനെ ആ ആത്മാക്കൾ അങ്ങനെ നോക്കുകയാണ്. എന്തായാലും അതിൽ ഒരെണ്ണം ഗ്രേസിനെ അതിന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. പരമാവധി ഗ്രേസ് അതിനെ പ്രതിരോധിക്കുകയാണ്. ഈ കൽക്കൂമ്പാരത്തിന്റെ മുകളിലായിട്ട് ഒരു പാത്രത്തിൽ അരിയും അതിലെന്തൊക്കെയോ വെച്ചിട്ടുണ്ട് കേട്ടാ. എന്തായാലും ഒരു വിധത്തിൽ ആ പ്രേതത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ഗ്രേസ് അതിലെ കല്ലുകൾ തകർത്തെറിയാൻ നോക്കുമ്പോൾ അതൊന്നും അത്ര എളുപ്പത്തിൽ ഊരിയെടുക്കാൻ കഴിയുന്നില്ല. എന്നാൽ അതിനു ചുറ്റും ഒരു കയറിന്റെ കെട്ട് അവൾ കാണുന്നുണ്ട്. ചിലപ്പോൾ ഈ കെട്ടായിരിക്കും ഈ കൽക്കൂമ്പാരത്തിന്റെ ബലം എന്ന് വിചാരിച്ച് അവൾ എന്താക്കി ആ ഒരു കെട്ടുകൾ പരമാവധി അഴിച്ചു വിടാൻ നോക്കുകയാണ്. അവസാനം ആ കെട്ടഴിച്ച് അതൊറ്റ വലിക്കുകയാണ്. അതോടുകൂടിയിട്ട് പൂർണ്ണമായിട്ടും ഇത് തകർന്ന് താഴേക്ക് വീഴുന്നുണ്ട്. അതായത് പൂർണ്ണമായിട്ടും ആ കല്ലിനടിയിൽ അവൾ പെട്ടുപോവാണ്. ഈ സമയത്താണ് വെള്ളത്തിനടിയിൽ നിന്നും രക്ഷപ്പെട്ട ഹെൻറി ഇങ്ങോട്ടേക്ക് വരുന്നത്. അവൻ നോക്കുമ്പോൾ കല്ലിനിടയിൽ പെട്ടുകിടക്കുന്ന ഗ്രേസിനെ കാണുകയാണ്. വേഗം തന്നെ അവളെ രക്ഷപ്പെടുത്തുന്നുണ്ട്. കുറച്ച് പരിക്കുകൾ ഉണ്ടായിരുന്നെങ്കിലും അവൾക്ക് രക്ഷപ്പെടാൻ പറ്റി. എന്തായാലും ഇവരുടെ പ്ലാൻ വർക്കൗട്ടായി. ഭീകരമായ ആ തടാകവും ആ കാടും വിട്ട് ഇവർക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റി. അങ്ങനെ 1-2 ദിവസങ്ങൾ കഴിഞ്ഞു. ഇപ്പൊ അവരുടെ ഓഫീസിൽ കാണിക്കുകയാണ്. ഈ മാനേജർ യാദൃശികമായിട്ട് ഹെൻറിയോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതിനിടയിൽ ഈ മാനേജർ ഹെൻറിയോട് ഒരു കാര്യം പറഞ്ഞു. ആ തടാകത്തിന്റെ ഒരു ഭാഗത്ത് വെച്ചാണ് ഈ നോവയുടെ ഡെഡ് ബോഡി കിട്ടിയതെന്ന്. എന്നാൽ അത് കേട്ട് ഹെൻറി ആകെ ഞെട്ടിപ്പോവാണ്. ഓൾറെഡി അപ്പം മരിച്ച അവസ്ഥയിലാണോ നോവയെ അവിടുന്ന് കിട്ടിയത്? ആശുപത്രിയിൽ എത്തിയതിനു ശേഷമല്ലേ നോവ മരിച്ചത്? അല്ല, ഓൾറെഡി അവന്റെ ഡെഡ് ബോഡിയാണ് കിട്ടിയത് എന്ന് പറയാണ്. ഇത് കേട്ട് ഞെട്ടിപ്പോയ ഹെൻറി ഇപ്പൊ നേരെ ഗ്രേസിനോട് ചെന്ന് സംസാരിക്കുന്നുണ്ട്. അവൾ വളരെ നോർമലായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അതായത് ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ആ തടാകത്തിൽ ഓൾറെഡി ഈ നോവ മരിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ നോവ ചെയ്ത ഒരു കാര്യം ആ കൽക്കൂമ്പാരം അവൻ തകർക്കാൻ നോക്കിയില്ലേ, അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായിട്ടില്ല എന്നല്ലേ അതിനർത്ഥം. അതായത് വെറും ആ കൽക്കൂമ്പാരം തകർത്തതിലൂടെ ആ ആത്മാക്കളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. പക്ഷേ ഇവർക്ക് എങ്ങനെയാണ് രക്ഷപ്പെട്ട് വരാൻ പറ്റിയത്? എന്നാൽ ഇതേ സമയത്ത് തന്നെ ഈ ഹെൻറി അവന്റെ കാലിന്റെ ചുവട്ടിലേക്ക് നോക്കിയപ്പോൾ പതിയെ പതിയെ വെള്ളം ഒഴുകി വരികയാണ്. നേരെ വാഷ് ബേസിന്റെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ നല്ല കറുത്ത നിറത്തിലുള്ള വെള്ളം അതിനുള്ളിൽ നിന്നും പുറത്തേക്ക് അങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. ഈ സമയത്താണ് ആ ഇലൂഷനിൽ നിന്നും ഹെൻറി പുറത്തേക്ക് വരുന്നത്. അതായത് അവരിവിടുന്ന് രക്ഷപ്പെട്ടിട്ടുമില്ല, കൂട്ടിയിട്ട ആ കൽക്കൂമ്പാരം ഇവര് തകർത്തിട്ടുമില്ല. ഇപ്പോഴും ആ തടാകത്തിനരികിൽ തന്നെയാണ് ഈ ഹെൻറി ഉള്ളത്. മാത്രമല്ല വെള്ളത്തിൽ നിൽക്കുന്ന അവന്റെ കാല് ഒരാൾ താഴേക്ക് പിടിച്ച് വലിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, അത് ഗ്രേസ് ആയിരുന്നു. ആ ഗ്രേസ് ഇപ്പോൾ അവനെ നോക്കിയിട്ട് പറയാണ്, കൺമുന്നിൽ കാണുന്നതൊന്നും നീ വിശ്വസിക്കരുത്, എല്ലാം വെറും ഇലൂഷൻ മാത്രമാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. അതായത് ഈ അവസാനത്തിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ശരിക്കും ഈ ആത്മാക്കളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആ കൽക്കൂമ്പാരം അത് തകർത്താൽ മതി. എന്നാൽ അത് തകർത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്ന രീതിയിൽ ഒരു ഇലൂഷനാണ് ഈ ഹെൻറിക്ക് ആ ആത്മാക്കൾ ഇട്ടുകൊടുത്തത്. അപ്പൊ ഇതിനെല്ലാം മറികടന്ന് അത് തകർക്കാൻ ഇവർക്ക് രണ്ടുപേർക്കും കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവര് രക്ഷപ്പെട്ടേക്കാം. പക്ഷെ അതിനടുത്തേക്ക് വരുന്ന സമയത്ത് ആ കൽക്കൂമ്പാരം ഇവർ കണ്ടെത്താനാവുന്ന സമയത്ത് വീണ്ടും ചിലപ്പോൾ ഇതിനേക്കാൾ വലിയ ഇലൂഷൻസ് ഇവർക്ക് ഇട്ടുകൊടുക്കും. ഇവരെ വീണ്ടും ട്രാപ്പിലാക്കാൻ നോക്കും. അപ്പൊ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അവരുടെ വിധി പോലെ ഉണ്ടാവും. എന്തായാലും ഇത്രയും കാണിച്ചുകൊണ്ടാണ് സിനിമ തീർത്തിരിക്കുന്നത്. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഹൊറർ സ്റ്റോറി തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.